നമസ്കാരം. ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ വിഷയം മറ്റൊന്നുമല്ല, തിരുവനന്തപുരം നഗരസഭയും അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റു ചില കോർപ്പറേഷനുകളും ഒക്കെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ LDF എന്ന് പറയുന്ന നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകർന്ന് തരിപ്പണമായി പോയോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ. കാരണം UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ നേടിയിരിക്കുന്നത് ആധികാരികമായ ഒരു വിജയമാണ്. ആധികാരിക വിജയം എന്ന് പറയുമ്പോൾ LDF എന്ന് പറയുന്ന ഒരു മുന്നണി ചിത്രത്തിലേ ഇല്ലാത്ത തരത്തിൽ അവർ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ് അതിലൂടെ അവർ അർത്ഥമാക്കുന്നത്. പലരും ഈ LDFിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇനിയും മാറണം. അതോടൊപ്പം തന്നെ VD സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന പോലെ LDFുകാരെ കാണുമ്പോൾ അല്ലെങ്കിൽ CPM പ്രവർത്തകരെ കാണുമ്പോൾ നന്നായി ഒന്ന് ചിരിച്ചേക്കുക. കാരണം എന്താണെന്നറിയാമോ, CPMകാരെല്ലാവരും ഇപ്പോൾ മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതായത് UDFന് അവർ വോട്ട് ചെയ്തിരിക്കും. കാര്യം അവരാരും പ്രതീക്ഷിക്കുന്ന നിലയ്ക്കല്ല ഇന്ന് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെളുക്കെ ഒന്ന് ചിരിച്ചേക്കുക. അവരോടൊക്കെ കുശലം പറയുന്നതിന് നമ്മൾ ഒട്ടും മടി കാണിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ CPMകാർ അങ്ങനെയാണെന്നേ. CPMകാർക്ക് നിങ്ങൾ UDF ആണെന്നോ മുസ്ലിം ലീഗ് ആണെന്നോ അല്ല മറ്റ് BJP ആണെന്നോ എന്നുള്ള വിചാരമൊന്നുമില്ല. ഞങ്ങളെല്ലാവരെയും മനുഷ്യരായി തന്നെ കാണുന്നവരാണ് എന്ന് പറഞ്ഞാണ് CPMകാർക്ക് ശീലം. ആ ശീലം തുടരുക തന്നെ ചെയ്യും. അല്ലാതെ പിണറായി വിജയനെ കണ്ടപ്പോൾ മുഖം തിരിച്ചിറങ്ങിപ്പോയ K സുധാകരനെ പോലെയുള്ള നേതാക്കന്മാരല്ല ഞങ്ങളുടെ പാർട്ടിയിലുള്ളത്. P സരിനെ കണ്ടപ്പോൾ കൈ കൊടുക്കാതെ ഷേക്കാൻഡ് പോലും ചെയ്യാതെ മടങ്ങിപ്പോയ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയും ഷാഫി പറമ്പിലിനെ പോലുള്ളവരല്ല CPMന്റെ പിൻബലം. അവരൊക്കെയും എതിർപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ മര്യാദയോടെയും ബഹുമാനത്തോടും കൂടി പെരുമാറുന്ന ആളുകളാണ് എന്നുള്ള വസ്തുത VD സതീശൻ ഒന്ന് ഓർത്തിരിക്കാൻ നല്ലതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായിരുന്നാലും CPM തകർന്ന് തരിപ്പണമായി പോയോ, LDF എന്ന് പറയുന്ന ആ മുന്നണി ഇല്ലാണ്ടായി പോയോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ചില സംശയങ്ങൾ ഇപ്പോഴുമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിൽ, അതായത് CPMനകത്തുള്ളവരും LDFിനകത്തുള്ളവരും ടെയൊക്കെ ചിന്താഗതി അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. LDFിലുള്ളവരും കരുതുന്നത് അയ്യോ LDF തിരിച്ചു വരാൻ കഴിയാത്ത വിധം തകർന്നടിഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു ചിന്താഗതി ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് കൂടുതലും എന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ അവർ അങ്ങനെ ചിന്തിക്കുന്ന ഈ LDF പരാജയപ്പെട്ടു പോയത് കൊണ്ട് ഇനിയൊന്ന് പാർട്ടി മാറിയേക്കാം എന്ന് കരുതുന്ന LDFിൽ അങ്ങനെയുള്ളവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഏറ്റവും വലിയ തട്ടുകേട് സംഭവിച്ച ഒരു നഗരസഭ തിരുവനന്തപുരമാണ്. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭരണത്തിലിരുന്ന, അതായത് 50ലധികം സീറ്റുകളുമായി നമ്മൾ ഭരണത്തിലിരുന്ന ഒരിടത്ത് മുഖ്യ പ്രതിപക്ഷമായി ഏകദേശം 15ലധികം സീറ്റുകളുടെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്ത് പ്രതിപക്ഷത്തിരുന്നിരുന്ന BJP അവിടെ ഒന്നാം സ്ഥാനത്തേക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് LDFന് ഗുണകരമായ ഒരു സാഹചര്യത്തിലൂടെ അല്ല കടന്നു പോകുന്നത് എന്ന് നമുക്ക് ഒറ്റയടിക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളെ നമ്മൾ തൽക്കാലം മനസ്സിൽ കരുതുക അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടു നടക്കുക. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് BJP ഇത്ര ശക്തമായ നിലയിലേക്ക്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിലേക്ക് മാറിയത്? കാരണമുണ്ട്. ആ കാരണം നമുക്ക് ഇതിനു മുൻപ് നമ്മൾ സംസാരിച്ച കാരണമാണ്. കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന, UDF എന്ന് പറയുന്ന, അവിടെ ഭരണം പിടിക്കാൻ വേണ്ടി കാത്തിരുന്ന, അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അല്ലെങ്കിൽ ഏറ്റവും വലിയ കക്ഷിയായി മുന്നണിയായി മാറാൻ വേണ്ടി കാത്തിരുന്ന UDF എന്ന് പറയുന്ന മുന്നണിക്ക് വമ്പിച്ച പരാജയം നേരിട്ടു. അതായത് വെറും 9 സീറ്റുകൾ മാത്രം വർദ്ധിപ്പിക്കാനാണ് അവർക്ക് സാധിച്ചത് UDFന്. അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതാരാണ്? ഏറ്റവും അധികം തിരുവനന്തപുരം നഗരസഭയിൽ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാകുന്നു. യാതൊരു തർക്കങ്ങളുമില്ല. തർക്കങ്ങളുള്ളവരൊക്കെ തന്നെ മാറി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം കാർത്തികേയൻ്റെ മകൻ ശബരിനാഥിനെ അവിടെ കൊണ്ടുവന്ന് അവിടുത്തെ മേയർ സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നു. മുരളീധരൻ എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ തലതൊട്ടപ്പൻ എന്ന് വിളിക്കാൻ കഴിയുന്ന കരുണാകരൻ്റെ മകനെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കുന്നു. അപ്പോൾ തന്നെ UDF വല്ലാത്ത ഒരു ആത്മവിശ്വാസത്തിലേക്ക് പോയി. ഇത്തവണ നഗരസഭ നമ്മൾ പിടിച്ചെടുക്കും. BJPയെയും CPMനെയും അല്ലെങ്കിൽ LDFനെയും തകർത്ത് തൂത്തുവാരി എറിഞ്ഞുകൊണ്ട് നഗരസഭ പിടിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു പാർട്ടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു മുന്നണിയായിരുന്നു UDF. എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി പറയാം. BJPക്കാരെ വളർത്താൻ വേണ്ടി UDF എന്ന് പറയുന്ന മുന്നണിയിൽ നിന്നും വ്യാപകമായി വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട്.
അതിന് 25 മണ്ഡലങ്ങൾ അല്ലെങ്കിൽ 25 വാർഡുകളുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ മാത്രം മതിയാകും. വെറും 25. ആ 25 വാർഡുകളിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 4000 മുതൽ 6000 വരെ വോട്ടുകൾ നേട്ടമുണ്ടാക്കാൻ അല്ലെങ്കിൽ വോട്ട് ലഭിക്കുമായിരുന്ന ആ പ്രദേശങ്ങളിലെല്ലാം UDFന് ഒന്നോ രണ്ടോ ഇടത്ത് മാത്രം 900-ഉം ബാക്കിയെല്ലാം അതിൽ കുറവും വോട്ട് രേഖപ്പെടുത്തി. മൂന്നോ നാലോ വാർഡുകളിലൊക്കെ വളരെ ശോചനീയമായ അവസ്ഥ, 500 പോലും തൊടാത്ത ഗതികെട്ട ഒരവസ്ഥയിലേക്ക് UDF തരം താണു പോവുകയും ചെയ്തു. എന്താ കാരണം? ആ വോട്ടൊക്കെ എവിടെ പോയി? 4000 മുതൽ 6000 വരെ വോട്ട് ലഭിക്കാമായിരുന്ന വാർഡുകളിൽ എന്താണ് സംഭവിച്ചത്? തീർച്ചയായും നമുക്കറിയാം, ആ വാർഡുകളിലൊക്കെ BJP ശക്തമായ മുന്നേറ്റത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ പറയുന്ന 25 വാർഡുകളും, അത് 25 എന്നല്ല, 25 ഒരു കണക്ക് വെച്ചു, 1000-ൽ താഴെ വോട്ട് ലഭിച്ച 25 വാർഡുകൾ എന്നുള്ളതാണ് കണക്ക് വെച്ചത്. 40-ലധികം വാർഡുകളിൽ ഈ UDFന്റെ സ്ഥാനം 3-മതാണ് എന്ന് നമ്മൾ ഓർക്കണം. എന്ന് വെച്ചാൽ വ്യാപകമായി വോട്ട് തിരിമറി ഇത്തവണ തിരുവനന്തപുരത്ത് നടന്നു. അത് എന്തുകൊണ്ടാണ് ഈ ഇത്രയും വിശാരദനായ, ഇത്രയും ശേഷിയുള്ള, ഇത്രയും കരുത്തനായ മുരളീധരൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇതൊക്കെ അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? അത് തിരിച്ചറിയണ്ടേ മുരളീധരൻ സാറേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. മുരളിയേട്ട എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. ആ മുരളിയേട്ടൻ ഇതൊക്കെ അറിയണ്ടേ? അറിഞ്ഞില്ലെങ്കിൽ ഇനി എങ്ങനെയാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പുനരുദ്ധരിക്കുക? അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ നേടിയ വിജയമൊന്നും വിജയമേ അല്ല. പലയിടങ്ങളിലും BJPയുമായി കൃത്യമായ അഡ്ജസ്റ്റ്മെന്റ് നടത്തി തന്നെയാണ് UDF ഈ നിലയിലേക്ക് എത്തിയത്. നമുക്ക് സുനിശ്ചിതമായി പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ അവസ്ഥയിൽ. തിരുവനന്തപുരത്ത് BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ വെച്ചു കൊടുത്തത് UDF തന്നെയാണ്. എന്നാൽ LDFന് എവിടെയെങ്കിലും പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇനിയിപ്പോൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റ് അമ്പി ഇവിടെ നമുക്ക് സീറ്റൊന്നും കിട്ടാതെ തുടർഭരണമില്ലാതെ LDF എന്ന് പറയുന്ന മുന്നണി ഇല്ലാണ്ടായി പോകുമോ? കാരണം ബംഗാളിലും ത്രിപുരയിലും ഒക്കെ പരീക്ഷിച്ച് വിജയിച്ച ഒരു തന്ത്രമാണ് ഈ പറയുന്ന പൊതുശത്രു ആയി LDFനെ കാണുകയും അല്ലെങ്കിൽ CPMനെ കാണുകയും മറ്റുള്ളവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തിയ ചില കുൽസിത ശ്രമങ്ങൾ. അത് ഇവിടെയും ആവർത്തിക്കാൻ വേണ്ടിയിട്ട് BJP കരുതിക്കൂട്ടി നടത്തിയ ഒരു പ്ലാനിങ് അവർ കൃത്യമായി നടപ്പിലാക്കി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്നാൽ അതുകൊണ്ട് തന്നെ അടുത്ത തവണ ഒരു ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കുമോ? ഇല്ല. കാരണം ഈ പറയുന്ന LDFന്റെ വോട്ടുകൾ എവിടെയും മാറിപ്പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇനി കുറച്ച് കണക്കുകൾ ഞാൻ പറയാം. ആ കണക്കുകൾ ഇങ്ങനെയാണ്. കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, നേമം, വട്ടിയൂർക്കാവ്, കോവളത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ, ഇത്രയും കൂടെ ചേർന്ന് വരുന്നതാണ് ശരിക്കും തിരുവനന്തപുരം നഗരസഭ. ഇനി ഈ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വീണ വോട്ടുകളും ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ മണ്ഡലങ്ങളിൽ, അതായത് ഈ നിയോജക മണ്ഡലങ്ങളിൽ വന്നിട്ടുള്ള വോട്ടുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അത് പരിശോധിക്കുമ്പോൾ ഇത്തവണ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും വോട്ടിൻ്റെ ഒരു വർധനവ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് കഴക്കൂട്ടത്താണെങ്കിൽ 41,981 എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് നിലയിലേക്ക് എത്തി. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ 34,382 വോട്ടുകൾ മാത്രമാണ് LDFന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് നിന്ന് കിട്ടിയത്. ഇനിയും അടുത്തത് തിരുവനന്തപുരം സെൻട്രലിൽ 40,666 വോട്ടുകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 27,076 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരുന്നത്. നേമത്ത് നിന്നാണെങ്കിൽ 42,309 വോട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചതെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് വെറും 33,322 വോട്ടുകൾ മാത്രവും. ഇനിയും വട്ടിയൂർക്കാവിലാണെങ്കിൽ 35,753 വോട്ടുകളാണ് ഇത്തവണ ലഭിച്ചിരുന്നതെങ്കിൽ അന്ന് ലഭിച്ചതാകട്ടെ 28,336 വോട്ടുകളും. ഇനിയും കോവളത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കോവളത്ത് നിന്ന് 6,813 വോട്ടുകളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ നിന്ന് വെറും 5,392 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് എന്ന് ഓർക്കണം. നിങ്ങൾ കണക്ക് മറന്നു പോകരുത് എന്ന് ഞാൻ പറയുന്നു. കാരണം എല്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു ഗതിയിലേക്കാണ്. അങ്ങനെ ടോട്ടൽ മൊത്തത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ LDFന് ആകെ അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന, അതായത് 1, 2, 3, 4, 5 മണ്ഡലങ്ങളിൽ നിന്നായി ആകെ ലഭിച്ചിരിക്കുന്ന വോട്ട് 1,67,522 വോട്ടുകളാണ്. കഴിഞ്ഞ തവണ ലഭിച്ച എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1,29,648 വോട്ടുകൾ.
നമ്മളിനി അതിൻ്റെ ഒരു എത്രയാണ് വ്യത്യാസം എന്നുള്ളത് നോക്കാം. ആ വ്യത്യാസം നമ്മൾ പരിശോധിക്കുമ്പോൾ 37,874 വോട്ടുകളുടെ വർധനവാണ് അക്ഷരാർത്ഥത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഉണ്ടായിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളവരുടെ മറ്റുള്ള കണക്കുകൾ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഇനി അടുത്തതായി നമ്മൾ നോക്കുന്ന UDF ഇത്തവണ വോട്ടിന് നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഈ 5 മണ്ഡലങ്ങളിൽ നിന്നായി ഇത്തവണ UDF മൊത്തം നേടിയിരിക്കുന്നത് 1,25,984 വോട്ടുകളാണ്. UDF ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിന്നും UDF മൊത്തത്തിൽ 5 മണ്ഡലങ്ങളിൽ നിന്ന് നേടിയിരിക്കുന്നത് എത്രയാണെന്ന് നോക്കിയാൽ 1,25,984 വോട്ടുകൾ. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF മേൽക്കൈ ഉണ്ടായിരുന്നു. ആ സമയത്ത് UDF നേടിയിരുന്നത് 1,84,727 വോട്ടുകളായിരുന്നു എങ്കിൽ ഇപ്പോഴുണ്ടായ കുറവ്, അതായത് UDF സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദാരുണമായ കുറവാണ്. ആ കുറവ് 58,743 വോട്ടുകളുടെ കുറവാണ് UDF ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തം. ഇനി നമ്മൾ പരിശോധിച്ചാൽ NDA സംബന്ധിച്ചിടത്തോളം BJP വലിയ മുന്നേറ്റം നടത്തി എന്നാണ് പറയുന്നത്. BJP വലിയ നിലയിലേക്ക് എത്തി, ഭയങ്കരമായ നിലയിലേക്ക് എത്തി. ഇനിയും BJPയെ കേരളത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന സമയത്ത് നമ്മൾ ആ BJPക്ക് തിരുവനന്തപുരത്ത് ലഭിച്ച വോട്ട് നില നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1,65,891 വോട്ടുകളാണ് ഇത്തവണ ലഭിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 2,13,214 വോട്ടുകളായിരുന്നു നേടിയത്. അപ്പോൾ അതിന് എത്ര വോട്ടിൻ്റെ കുറവുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ 47,323 വോട്ടുകളുടെ കുറവ് ഇത്തവണ NDAക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു. അതായത് തിരുവനന്തപുരം നിയോജക മണ്ഡലങ്ങൾ ആകെ നമ്മൾ പരിശോധിക്കുമ്പോൾ വോട്ട് നേട്ടം ലഭിച്ചിരിക്കുന്നത് LDF എന്ന് നമുക്ക് കണ്ണും പൂട്ടി ആരുടെ മുന്നിലും പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ LDF മനസ്സിലാക്കേണ്ട ഒരു കാര്യം, LDF പരാജയപ്പെട്ടു, വാസ്തവമാണ്. പക്ഷേ ജില്ലാ പഞ്ചായത്തിലടക്കം 7-7 എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ നമുക്ക് സാധിച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയ വോട്ടുകൾ, പൊളിറ്റിക്കൽ വോട്ടുകൾ തന്നെയാണ് അത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലും ദാരുണമായി പരാജയപ്പെട്ടിരിക്കുന്നു LDF. പക്ഷേ 11 നിയോജക മണ്ഡലങ്ങളുള്ളതിൽ 7 എണ്ണത്തിലും വിജയിച്ചിരിക്കുന്നത് LDF തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. മനസ്സിലായില്ലേ? 7 എണ്ണത്തിൽ, അതായത് 11 നിയോജക മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ അതിൽ 7 ഇടത്തും വിജയിക്കാൻ നമ്മുടെ LDF സാധിച്ചു. ഇനി അങ്ങോട്ട് പോയ കോട്ടയത്ത് നമുക്കറിയാം, മാണി ഗ്രൂപ്പ് പിന്നെ ജോസ് കെ മാണിയൊക്കെ ഭയങ്കര തകർന്നു. അവിടെ LDF തകർന്നു പോയി എന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും അവിടെ LDF 1,19,000-ലധികം വോട്ടുകൾ നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു, കൂട്ടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് LDF അവിടെ നേരിട്ട ഏറ്റവും വലിയ ഒരു മാറ്റം. അപ്പോൾ അവിടെയും LDF വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി തൃശ്ശൂരിലേക്ക് നമ്മൾ പോകാം. ഇനി ആലപ്പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നമുക്ക് കഴിഞ്ഞ കായംകുളവും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും LDF വളരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ താണ നിലയിലായിരുന്നു. എന്നാൽ കായംകുളത്ത് ഇത്തവണ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ LDF സാധിച്ചു. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പോഴും 9 മണ്ഡലങ്ങളുള്ളതിൽ അതിൽ 5 ഇടത്തും, അതായത് ഭൂരിപക്ഷത്തിലും വിജയിച്ചിരിക്കുന്നത് LDF, അല്ലെങ്കിൽ ഏറ്റവും അധികം വോട്ടുകൾ വന്നിരിക്കുന്നത് LDF നമുക്ക് കാണാം. അതായത് 5 ഇടത്ത് LDF തന്നെയാണ് മുന്നേറ്റം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരിടത്തേക്ക് നോക്കാം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ തൃശ്ശൂരിലേക്ക്, കോട്ടയത്തെ കാര്യം പറഞ്ഞു. ഇനി തൃശ്ശൂരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവിടെ 13 മണ്ഡലങ്ങളുള്ളതിൽ അതിൽ 11 വിജയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് LDF ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുള്ളത്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ LDF എന്ന് പറയുന്ന ഒരു മുന്നണി ഒരു രാഷ്ട്രീയം മാത്രം സംസാരിച്ചുകൊണ്ട്, വികസന കാഴ്ചപ്പാടുകൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട്, വർഗീയതയുടെ കുട പിടിക്കാതെ, വർഗീയതയെക്കുറിച്ച് എവിടെയും സംസാരിക്കാതെ വളരെ കൃത്യമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിപ്പോഴും ആ ഒരു അടിസ്ഥാന വോട്ടുകളിൽ പോലും വിള്ളൽ ഉണ്ടാക്കാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എവിടെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ നഷ്ടപ്പെടലെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തിരിച്ചു പിടിക്കാൻ LDF കഴിഞ്ഞത് ഒരു വളരെ ശക്തമായ ഒരു മുന്നേറ്റമായി തന്നെ നമുക്കതിനെ, മുന്നേറ്റം എന്ന് പറയാൻ കഴിയില്ല, നമുക്കൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ 100% LDF വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം. പക്ഷേ വോട്ട് നേട്ടത്തിൻ്റെ കാര്യത്തിൽ LDF ഇപ്പോഴും മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് സാരം. പലയിടങ്ങളിലും, അതായത് മലപ്പുറം അടക്കമുള്ള, കോട്ടയം അടക്കമുള്ള, തൃശ്ശൂർ അടക്കമുള്ള പലയിടങ്ങളിലും
പാലക്കാട് ആയിക്കോട്ടെ, ഏത് ഭാഗത്ത് ഏത് വഴിക്ക് നോക്കിയിരുന്നാലും ശരി, അവിടെയെല്ലാം അവിശുദ്ധമായ, ഇപ്പൊ കോഴിക്കോടാണെങ്കിൽ പോലും അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതില്ല എന്ന് ഈ പറയുന്ന കോൺഗ്രസിലുള്ള ഏതൊക്കെ നേതാക്കന്മാർ ആണയിട്ട് 100 തവണ പറഞ്ഞിരുന്നാലും ശരി, അതിനകത്തൊന്നും ആ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നതേയില്ല. അവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഉദാഹരണം, നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ വളരെ കൃത്യമായ കണക്കുകൾ ഉണ്ടെന്നേ. കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തെ വോട്ടിംഗ് നില വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, കൃത്യമായ ഡീല് നടന്നിട്ടുള്ളത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയും ഈ ബി ജെ പിയും തമ്മിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പറയേണ്ടി വരുന്നത്, ഇപ്പോൾ ശശി തരൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാട് ശരിക്കും ശശി തരൂരിൻ്റെ മാത്രം നിലപാടല്ല, അത് UDFിൻ്റെ, അതല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ കൂടി നിലപാടാണ്. നമുക്ക് കുറച്ചു കാലത്തിന് മുൻപുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഈ നെഹ്റൂവിയൻ കുടുംബം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഈ ഗാന്ധി എന്ന് പറയുന്ന പേര് ഒപ്പം ചേർത്തിരിക്കുന്ന അവർ കാണിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ആ കാര്യങ്ങളിലെല്ലാം ഇവിടെ എന്താ പറയുക, രഥയാത്ര നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമല്ലേ, LK അദ്വാനി നടത്തിയ രഥയാത്ര. ആ രഥയാത്ര ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് VP സിംഗിന് പണി കിട്ടുന്നത്. അവിടെ ഈ രാംലല്ല പ്രതിഷ്ഠയ്ക്ക് വേണ്ടി പോകാനായി ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായതായിരുന്നു. അപ്പോഴാണ് ഇടയ്ക്ക് ഇടതുപക്ഷക്കാർ പ്രശ്നമുണ്ടാക്കിയത്. ആ പ്രശ്നത്തെ തുടർന്നാണ്, പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്നാണ് അവരത് വേണ്ടെന്ന് വെച്ചത്. കാര്യം ഇന്ത്യ മുന്നണി അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകരിച്ചിട്ട് പോലും അതിൻ്റെ മതേതര മൂല്യങ്ങളെ മനസ്സിലാക്കാതെ, അതുമായി പൊരുത്തപ്പെട്ടു പോകാതെ, കോൺഗ്രസ്സിലെ ഈ പറയുന്ന ഇന്നത്തെ വലിയ തലക്കനമുള്ള നേതാക്കന്മാർ പലരും ഈ നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടേക്ക് പോകാൻ തയ്യാറായിരുന്നു. എന്ന് വെച്ചാൽ യാതൊരു തരത്തിലും ഒരു സംഘപരിവാറുമായി എന്താ പറയുക, സന്ധിയില്ല സമരത്തിനല്ല അവർ തയ്യാറെടുത്തത്. വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് എല്ലാ കാലവും കോൺഗ്രസ് പാർട്ടി ശ്രമിച്ചിട്ടുള്ളത് എന്ന് 100% ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് സ്വന്തം പാർട്ടിക്കാരെ പോലും കുറ്റം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന BJPയെ സൂചിപ്പിക്കാൻ വേണ്ടി ആര് നിൽക്കുന്നത്, നമ്മുടെ ശശി തരൂർ എന്ന് പറയുന്ന ഒരാൾ നിൽക്കുന്നത്. ഇനി ശശി തരൂർ കേരളത്തിൽ നിന്നുള്ളൊരു നേതാവാണ്. ബാക്കിയുള്ള നേതാക്കന്മാരുടെ കാര്യമോ? K. സുധാകരൻ എന്ന് പറയുന്ന അവരുടെ മുതിർന്ന നേതാവ് എന്താണ് പറഞ്ഞിരുന്നത്? എൻ്റെ കുട്ടികളെ ഞാൻ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഏത് ശാഖയാണ്? NSS കരയോഗത്തിനല്ല, പകരം അവിടെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അദ്ദേഹം RSSന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതോടൊപ്പം BJPയിലേക്കോ RSSലേക്കോ പോകണമെങ്കിൽ എനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പച്ചയ്ക്ക് വെട്ടിത്തുറന്ന് പറഞ്ഞ അതേ ആളാണ് ഈ K. സുധാകരൻ. അതവിടെ നിൽക്കട്ടെ. K. സുധാകരൻ ഇപ്പോൾ പുകഞ്ഞ കൊള്ളിയായി മാറി നിൽക്കുന്നു എന്ന് കരുതാം. ഇന്ന് അറബിക്കടലിൽ ലംബി വന്നാലും എൻ്റെ നിലപാടുകളിൽ നിന്ന് ഞാൻ മാറില്ല എന്ന് പറയുന്ന VD സതീശനാണ്. VD സതീശൻ ഗോൾവർക്കറുടെ ഏതോ ഒരു സമാധി ദിനത്തിലോ, അങ്ങനെ സമാധി ഒന്നും പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച ഒരാളാണ് ഈ പറയുന്ന VD സതീശൻ. ഇതേ സതീശൻ തന്നെ 2 തവണ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞു. നമുക്കറിയാം, കർണാടകയിൽ ഏറ്റവും വലിയ ഭൂമി കുംഭകോണം നടത്തിയതിൻ്റെ പേരിൽ ഒരു അന്വേഷണം നേരിടാൻ വേണ്ടി തയ്യാറെടുക്കുന്ന, കോടതിയിൽ കേസ് നിലനിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് മാധ്യമങ്ങൾ ഈ പറയുന്ന VD സതീശനോട് ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞ എന്താ, രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീടൊരവസരത്തിൽ ഇതേ VD സതീശൻ പറഞ്ഞ എന്താ, രാജീവ് ചന്ദ്രശേഖർ സംഘപരിവാർ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവേ അല്ല എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും മാത്രമാണുള്ളത് എന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു പരസ്യമായി അങ്ങനെ എപ്പോഴെങ്കിലും പിണറായി വിജയനെ കുറിച്ച് VD സതീശൻ അങ്ങനെ പറഞ്ഞ് നമ്മളാരും കേട്ടിട്ടില്ല. MV ഗോവിന്ദൻ മാഷെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. ഇവിടെ കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ വിപത്ത് നമ്മളെ പിടിച്ചു കുലുക്കി നമ്മളെയൊക്കെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഒതുക്കിയിട്ടിരുന്ന സമയത്ത് പോലും കേരളത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച നമ്മുടെ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു. ആ ശൈലജ ടീച്ചറെ കുറിച്ച് ഒരിക്കലെങ്കിലും ഒരു നല്ലത് പറയാൻ ഈ VD സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ അവരുടെ പാർട്ടിക്കോ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതേസമയം ഈ ശൈലജ ടീച്ചറെ കുറിച്ച് റോക്കിംഗ് സ്റ്റാർ എന്ന് വിളിച്ചതും അതോടൊപ്പം തന്നെ മറ്റെന്തോ കോവിഡ് റാണി എന്ന് വിളിച്ചതും അവരുടെ തന്നെ KPCC പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്ത സാഹചര്യത്തിൽ അവരെയൊക്കെ ഈ രീതിയിൽ ഓരോ പേര് പറഞ്ഞ് കളിയാക്കുകയും അവരെ മോശമായി തരംതാണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച് മാറി നിൽക്കുന്ന അതേ പാർട്ടിയിൽപ്പെട്ട VD സതീശൻ രാജീവ് ചന്ദ്രശേഖരനോട് പ്രണയം തോന്നുമ്പോൾ നമുക്ക് അത്ഭുതമുണ്ടാകും.
ആ വി ഡി സതീശനെ തന്നെയാണ് പറയുന്നത്, അദ്ദേഹത്തിനോട് എനിക്കെന്നും ബഹുമാനവും സ്നേഹവുമാണ്, സംഘപരിവാർ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് പറഞ്ഞത് ഈ വി ഡി സതീശൻ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സംഘീശൻ എന്ന് പലരും മാറ്റി വിളിക്കുന്നത്. കേരളത്തിലെ സർവകലാശാലകളിൽ ഭാരതാംബയുടെ ചിത്രവും കൊണ്ട് ഇവിടുത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഒട്ടപ്രദക്ഷിണം നടത്തിയപ്പോൾ അതിനെതിരെ പ്രവർത്തിച്ചവരായിരുന്നു SFIയുടെ കുട്ടികൾ. ആ SFIയുടെ കുട്ടികളെ നോക്കിയിട്ട് ഗുണ്ടകൾ എന്ന് വിളിച്ചത് അദ്ദേഹത്തിന്റെ ഏത് പ്രത്യയശാസ്ത്രത്തിനെ അനുസരിച്ചിട്ടായിരുന്നു? അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ BJPക്ക് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് BJPയെ വളരാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതും BJP വളരാൻ വേണ്ടി അതിൻ്റെ ചോട്ടിൽ നന്നായി തടമെടുത്ത് വളമിട്ട് കൊടുക്കുന്നതും ഇന്നാട്ടിലെ കോൺഗ്രസും UDFും ചേർന്നിട്ടാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതിൽ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താൻ കഴിയുമോ? ഇല്ല. കാരണമുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലുണ്ടായ വലിയൊരു സാമ്പത്തിക ക്രമക്കേട് EDയുടെ പോക്കറ്റിൽ കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കേസിന് തടയിടാൻ വേണ്ടിയിട്ട് അവിടെയും ഈ മുസ്ലിം ലീഗും ഈ ഇരട്ടത്താപ്പ് കളിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതാണ് UDFും BJPയും തമ്മിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ. അതേസമയം ഇവിടെ പിണറായി വിജയനെതിരായ കേസ് ED അന്വേഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പാലമല്ല ഇട്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴും പണി കിട്ടിയിരിക്കുകയാണ്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട കേസിൽ EDയോട് ഹൈക്കോടതി പറഞ്ഞു മിണ്ടിപ്പോകരുത് ആ കാര്യമെന്ന്. ഇതാണ് ഈ LDFിൻ്റെ നിലപാട്. അതേസമയം ആ കേസുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നുകൊണ്ട് നൈസായിട്ട് അവരെ തഴുകി അവരുടെ കാൽച്ചുവട്ടിൽ കിടന്ന് കുരയ്ക്കാൻ പറഞ്ഞാൽ നിലത്ത് കിടന്ന് ഇഴയുന്ന തരത്തിലേക്ക്, ഇരിക്കാൻ പറഞ്ഞാൽ നിലത്ത് മുട്ടിലിഴയുന്ന തരത്തിലേക്ക് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF മാറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് നമ്മുടെ കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം വ്യക്തം. തിരുവനന്തപുരം മാത്രം ഉദാഹരണമായി എടുക്കാം. ഇനിയും അങ്ങോട്ട് എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇവർ നടത്തിയിട്ടുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സതീശൻ ഉൾപ്പെടെ ഈ പറയുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന NDA എന്ന് പറയുന്ന കക്ഷി ഇവിടെ ഒന്നിലധികം സീറ്റുകൾ അല്ലെങ്കിൽ രണ്ടിലധികം സീറ്റുകൾ നേടുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുവാനുള്ള സാധ്യതയും തെളിയുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.